എന്നാലും എന്തിനായിരിക്കും ഊർമിള മേഡം പെട്ടെന്നൊരു പ്രസ് മീറ്റ് വിളിച്ചത്? എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും. കോൺഫറൻസ് കമ്പനി ഹാളിൽ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് മാറ്റർ ആവാനാണ് സാധ്യത. എല്ലാവർക്കും എന്നെ മതി. ഒരു തളയെ മേക്കപ്പ് പിടിച്ചു കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കുന്നു. അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത് അനാവശ്യ ചോദ്യമല്ല. ദേശീയ ഗ്രൂപ്പിന്റെ പുതിയ പ്രോജക്റ്റ് വല്ലതും അനൗൺസ് ചെയ്യാനാണോ പെട്ടെന്നുള്ള ഈ പ്രസ് മീറ്റ്? അടുത്ത ലോക്സഭാ ഇലക്ഷനിലെ ഒരു നാഷണൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. IPL കേരള ടീമിനെ വിലക്കെടുക്കാൻ പോവാന്നുള്ള ഒരു ശ്രുതി ഉണ്ടല്ലോ മാഡം. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. പിന്നെ എന്തിനാ ചോദ്യങ്ങള്? ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. സ്ലാങ് പറയും, അപ്പ കേട്ടാ മതി. സ്ലാങ് കാണിക്കും, അപ്പ കണ്ടാ മതി. എനിക്ക് പറയാനുള്ളത് ബിസിനസിനെ കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ ഒന്നുമല്ല. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. എന്റെ മകനെ കുറിച്ചാണ്, അർജുൻ ജയ്പാൽ ദേശായിയെ കുറിച്ച്. അർജുൻ ഇൻഡിപെൻഡന്റ് ഏതെങ്കിലും ഒരു കമ്പനി? നോ, എന്റെ മകൻ വിവാഹിതനാവാൻ പോവാണ്. അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്? ആദ്യത്തേതും അവസാനത്തേതും. ഏത് കോർപ്പറേറ്റീവ് ആയിരിക്കും വധു? ആ, ഇത്രേ അറിഞ്ഞാ മതി. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. കാശിന്റെ കഴപ്പാ. ഫോളോ ചെയ്തേക്കണേടാ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി.